Hello my dear students, welcome to Learner's World. In this video, I talk about Dream Children A Reverie by Charles Lamb Part 1. Charles Lamb is an English critic and essayist. അപ്പോൾ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ക്രിറ്റിക്കാണ്, എസ്സേയിസ്റ്റ് ആണ്. ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് എസ്സീസ് ഓഫ് ഏലിയ. ഏലിയ ഇസ് എ സ്യൂഡോണിം. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കായിട്ടുള്ള എസ്സെസ് ഓഫ് ഏലിയയിലാണ്. ഏലിയ എന്ന് പറഞ്ഞാൽ ഒരു സ്യൂഡോണിമാണ്, അതായത് ഒരു തൂലികാനാമാണ്. മേരി ലാം സിസ്റ്റർ ഇൻ എ ഫിറ്റ് ഓഫ് മാഡ്നസ് കിൽ ദെയർ മദർ. അപ്പോൾ മേരി നമ്മൾ ചാൾസ് ലാമിൻ്റെ സിസ്റ്ററാണ്. അവൾക്ക് മാഡ്നസ് ഉണ്ടായിരുന്നു, അവൾക്കൊരു മാനസികമായിട്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ അമ്മയെ കൊന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു മാഡ്നസ്സിൽ നിൽക്കുന്ന സമയത്ത് അവളെ അമ്മയെ കൊന്നു. ചാൾസ് ടുക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കെയറിങ് ഫോർ മേരി. അപ്പോൾ മേരിയെ കെയർ ചെയ്തിരുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരുന്നത് ചാൾസ് ലാംബായിരുന്നു. In 1807, Lamb and Mary published Tales from Shakespeare. അങ്ങനെ 1807 നമ്മുടെ ചാൾസ് ലാംബും സിസ്റ്റർ മേരിയും ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് പബ്ലിഷ് ചെയ്തു 1807 റീടെല്ലിംഗ് ഷേക്സ്പീരിയൻ പ്ലേസ് ഫോർ ചിൽഡ്രൻ. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ ഷേക്സ്പീരിയൻ നാടകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ റീടെല് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബുക്കായിരുന്നു ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്ന് പറയുന്നത്. സ്റ്റൈൽ ഈസ് ഹൈലി പേഴ്സണൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാൾസ് ലാമിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പേഴ്സണൽ ആയിരുന്നു. ദ എസ്സീസ് ഷോ ഹ്യൂമർ ആൻഡ് പാത്തോസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്സീസിൽ നമുക്ക് ഹ്യൂമർ, തമാശയും കാണാൻ കഴിയും, അതുപോലെ കരുണയും കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദേ റീകോൾ സീൻസ് ഫ്രം ചൈൽഡ്ഹുഡ് ആൻഡ് ഓൾസോ ഫ്രം ലേറ്റർ ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ കാണാൻ കഴിയും. അതായത് ചൈൽഡ്ഹുഡ് ഡേയ്സിലെ സീൻസും ലേറ്റർ ലൈഫിലെ സീൻസും ഒക്കെ അതിൽ കാണാൻ കഴിയും. There is playfulness and fancy in his essays which are an expression of the romantic movement. അതുപോലെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ എസ്സേകളിൽ നമുക്ക് ഭാവന കാണാൻ കഴിയും, അതുപോലെ പ്ലേഫുൾനെസ്, കുട്ടിക്കളി ഉണ്ടാകും, അതുപോലെ നമുക്ക് റൊമാൻറ്റിക് മൂവ്മെൻറ്റിൽ ഒരു എക്സ്പ്രഷൻസൊക്കെ നമുക്ക് റൊമാൻറ്റിക് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എക്സ്പ്രഷൻസൊക്കെ നമുക്കതിൽ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഡ്രീം ചിൽഡ്രൻ എ റെവറീസ് ഫ്രം ദ എസ്സീസ് ഓഫ് ഏലിയ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്ന് പറയുന്ന എസ്സേ എടുത്തിട്ടുള്ളത് എസ്സീസ് ഓഫ് ഏലിയയിൽ നിന്നാണ്. റെവറീസ് എ ഡേ ഡ്രീം. റെവറി എന്ന് പറഞ്ഞാൽ ഡേ ഡ്രീമാണ്, ദിവാസ്വപ്നാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് മെലങ്കലി. അപ്പോൾ ഈ ഒരു ഡേ ഡ്രീം മെലങ്കലിയുമായിട്ട് അസോസിയേറ്റഡ് ആണ്, അതായത് ദിവാസ്വപ്നം സങ്കടഭാവവുമായിട്ട് അസോസിയേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ദ എസ്സേ കണ്ടെയ്ൻസ് ഫീലിങ്സ് ഓഫ് ഫോൺ, റിമംബറൻസ്, ലോങ്ങിങ് ആൻഡ് സാഡ്നെസ്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ അടങ്ങിയിട്ടുള്ളത് ഫോണ്ട് ഓഫ് റിമംബറൻസ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അതുപോലെ ലോങ്ങിങ്, അതായത് ആഗ്രഹങ്ങൾ, സാഡ്നെസ് ഒക്കെയാണ് അതിൽ കാണാൻ കഴിയുന്നത്. The speaker speaks of his relatives from the past, especially great grandmother Phil and Uncle John. അതുപോലെ ഈ ഒരു എസ്സേയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഫീൽഡിനെയും അങ്കിൾ ജോണിനെയും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. Children love to hear the stories of their elder when they were children. അതായത് കുട്ടികൾക്ക് അവരുടെ എൽഡേഴ്സ് കുട്ടികളായിരുന്ന സമയത്തുള്ള കഥകളൊക്കെ കേൾക്കാൻ വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. Such stories will stretch the imagination of the children to have some ideas about their great uncle or grandmother. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അതായത് കുറച്ച് ഐഡിയാസൊക്കെ കിട്ടും. അവരുടെ ഗ്രാൻഡ് മദർ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്കിളൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവരെങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീക്ഷണമൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. The other even in my children surrounded me to hear stories about their great grandmother Field. അങ്ങനെ ഒരു ഈവനിങ്ങിൽ എൻ്റെ കുട്ടികളെല്ലാവരും കൂടെ എന്നെ ചുറ്റും കൂടി, എന്നിട്ട് സ്റ്റോറീസ് കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഫീൽഡിനെ കുറിച്ചിട്ടുള്ള കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അവരെൻ്റെ ചുറ്റും കൂടി. ഷീ ലിവ്ഡ് ഇൻ നോർഫോക്ക്. അപ്പോൾ ഗ്രാൻഡ് മദർ ഫീൽഡ് ജീവിച്ചിരുന്നത് നോർഫോക്കിലായിരുന്നു, വിച്ച് വാസ് 100 times ബിഗർ ദാൻ their പപ്പാസ് ഹൗസ്. ആ നോർഫോക്കിലെ ആ ഒരു വീട് എന്ന് പറയുന്നത്, അതായത് ജോണിൻ്റെയും ആലീസിൻ്റെയും പപ്പയുടെ വീടിനേക്കാളും 100 times ബിഗ്ഗർ ആയിട്ടുള്ള ഒരു വീടായിരുന്നു എന്നാണ് പറയുന്നത് ഗ്രാൻഡ് മദർ ജീവിച്ച വീട്. നോർഫോക്ക് വാസ് ദ സീൻ ഓഫ് ദ ട്രാജിക് ഇൻസിഡൻസ് വിച്ച് മൈ ചിൽഡ്രൻ ഹാഡ് ബിക്കം ഫെമിലിയർ വിത്ത് ഫ്രം ദ ബാലഡ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ദ വുഡ്. അപ്പം
നോർഫോക്കിൽ ഒരു ട്രാജിക് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അതായത് ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കഥകളൊക്കെ എൻ്റെ കുട്ടികൾക്ക് അറിയാം. അവരെങ്ങനെയാണ് അത് അറിഞ്ഞിട്ടുള്ളത്? അതായത് ബല്ലാഡിൽ നിന്ന്, അതായത് അന്നുണ്ടായിരുന്ന നാടൻ പാട്ടുകളിൽ നിന്ന്, ചിൽഡ്രൻ ഇൻ ദ വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള നാടൻ പാട്ടുകളിൽ നിന്ന് ആ കഥകളൊക്കെ അവർ കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ആ ഒരു ചിൽഡ്രൻ ഇൻ ദ വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാടൻ പാട്ടിൽ ഉള്ള കഥ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ദ സ്റ്റോറി ടോക്സ് അബൌട്ട് ദ നോർഫോക്ക് ജെന്റിൽമാൻസ് വിൽ ആൻഡ് ടെസ്റ്റമെൻറ്റ്. ഈ ഒരു സ്റ്റോറി പറയുന്നത് നോർഫോക്കിൽ ഒരു ജെന്റിൽമാൻ ഉണ്ടായിരുന്നു. അയാളുടെ അതായത് അയാളുടെ വിൽപത്രമൊക്കെ എഴുതി വച്ചതിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വെൻ ഹി വാസ് എബൌട്ട് ടു ഡൈ ഹി എൻട്രസ്റ്റഡ് ദ കെയർ ഓഫ് ഹിസ് സൺ ആൻഡ് ഡോട്ടർ ടു ഹിസ് ബ്രദർ. അങ്ങനെ അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകനെയും മകളെയും ബ്രദറിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് അയാൾ മരിക്കുന്നത്. ദ വിക്കഡ് ബ്രദർ ആസ്ക്ഡ് ടു മർഡറേഴ്സ് ടു കിൽ ദ ചിൽഡ്രൻ സോ ദാറ്റ് ഹി കുഡ് ഗെറ്റ് ദെയർ പ്രോപ്പർട്ടി. അങ്ങനെ അതായത് ഈ ഒരു സ്വത്തിനൊക്കെ ആർത്തിപ്പണ്ടാറായിട്ടുള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഒരു സൂത്രശാലിയായിട്ടുള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു അയാൾക്ക്. അപ്പോൾ അയാളെ ഏൽപ്പിച്ചിട്ടാണ് ആ ഒരു ജെന്റിൽമാൻ മരണപ്പെടുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? അതായത് 2 കൊലയാളികളെ ഏർപ്പാടാക്കി കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടികൾ കൊന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പ്രോപ്പർട്ടിയൊക്കെ ഈ ഒരു ബ്രദറിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്. He told his wife he sent the children to London for their upbringing. അങ്ങനെ ബ്രദർ അയാളുടെ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഈ കുട്ടികളെ ലണ്ടനിലേക്ക് അയക്കുകയാണ്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അയക്കുകയാണെന്ന് പറഞ്ഞു. ദ മർഡറേഴ്സ് സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് ആൻഡ് ദ മിൽഡർ വൺ കിൽസ് ദ അതർ. അങ്ങനെ ഈ 2 കൊലയാളികളും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തോ കാര്യത്തിന് അവർ തമ്മിൽ അടിയായി. അങ്ങനെ അതിൽ മിൽഡർ വൺ, അതായത് കുറച്ച് നല്ല മനസ്സുള്ള ആൾ മറ്റേ ആളെ കൊന്നു എന്നാണ് പറയുന്നത്. He tells the children that he will come back with some food but they do not see him again. അങ്ങനെ ഒരാൾ മരണപ്പെട്ടു, മറ്റേ ആൾ കുട്ടികളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഫുഡുമായിട്ട് വരാം എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയി. പിന്നീട് അയാൾ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ദി വാണ്ടർ ഇൻ ദ വുഡ്സ് ആൻഡ് ഡൈ. അങ്ങനെ കുട്ടികൾ ആ ഒരു കാട്ടിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം കുട്ടികൾ മരണപ്പെടുന്നു. ദേ വർ കവേർഡ് വിത്ത് ലീവ്സ് ബൈ ദ ബേർഡ്സ്. അങ്ങനെ അവരുടെ മരണപ്പെട്ട് അവരുടെ ഡെഡ് ബോഡി പക്ഷികളൊക്കെ ലീവ്സ്, അതായത് ഇലകൾ കൊണ്ടൊക്കെ മൂടി വെക്കുന്നുണ്ട്. ചിൽഡ്രൻ ഇൻ ദ വുഡ് മീൻസ് ഇന്നസെൻറ്റ് ഫാളിങ് ഇൻ ടു ട്രാപ്സ്. അപ്പോൾ ഈ ഒരു ചിൽഡ്രൻ ഇൻ ദ വുഡ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ നിഷ്കളങ്കരായ കുട്ടികൾ ട്രാപ്പിൽ പെട്ട ഒരു മീനിങ് ആണ് ഈ ഒരു ചിൽഡ്രൻ ഇൻ ദ വുഡ് എന്ന് പറയുന്നത്. നിഷ്കളങ്കരായിട്ടുള്ളവർ ട്രാപ്പിലാകപ്പെട്ടു എന്നുള്ള ഒരു മീനിങ് ആണ്. Then the story of the children and their cruel uncle was carved upon a chimney piece in the great hall. അപ്പോൾ ഗ്രേറ്റ് ഹാളിൽ ചിമ്നി പീസിൽ ഈ ഒരു സ്റ്റോറി, അതായത് ആ ഒരു ക്രൂവൽ അങ്കിളിൻ്റെയും ആ കുട്ടികളുടെയും സ്റ്റോറിയൊക്കെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദ ലെജൻഡ് ഓഫ് റോബിൻ ബ്രസ്റ്റ് വാസ് ഓൾസോ ക്രാവ്ഡ് ദർ. അതുപോലെ റോബിൻ ബ്രസ്റ്റിൻ്റെ ആ ഒരു ലെജൻഡും അവിടെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. ദ ലെജൻഡ് സേസ് ദാറ്റ്. ഇനി റോബിൻ ബ്രസ്റ്റിൻ്റെ ആ ലെജൻഡ് എന്താണെന്നാണ് പറയുന്നത്. The legend says that a Robin Brust saw Jesus hanging on the cross. അതായത് ഒരിക്കൽ റോബിൻ ബ്രസ്റ്റ് ജീസസിനെ, അതായത് യേശു ക്രിസ്തുവിനെ കുരിശിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടു. There was a crown of thorns on his head. അപ്പം അദ്ദേഹത്തിൻ്റെ തലയിൽ, ജീസസിൻ്റെ തലയിൽ എന്തുണ്ട്? അതായത് തോൺസ്, അതായത് മുള്ളുകളൊക്കെ ഉള്ള ഒരു ക്രൗൺ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ തോൺസ് ഹാഡ് പീസ്ഡ് ഹിസ് ഹെഡ് അറ്റ് മെനി പ്ലേസസ് ആൻഡ് ദ വാസ് ബ്ലീഡിങ്. അപ്പോൾ ഈ തോൺ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ബ്ലീഡിങ് വരുന്നുണ്ട്. എ തോൺ above his temple was particularly deep. In its desire to reduce the agony of Jesus, the red breast pulled out his thorn with great efforts. അപ്പോൾ ഇത് റെഡ് ബ്രസ്റ്റ് കണ്ടപ്പോൾ റെഡ് ബ്രസ്റ്റിന് ഭയങ്കര വിഷമായി. അങ്ങനെ ജീസസിൻ്റെ അഗണി, ദുഃഖം കുറക്കാൻ വേണ്ടിയിട്ട് റെഡ് ബ്രസ്റ്റ് എന്ത് ചെയ്തു? ആ തോണൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തോണ് വലിച്ചെടുക്കാൻ ശ്രമിച്ചു. A drop of the blood of Jesus fell on it and its breast become red. അങ്ങനെ അത് തോൺ വലിച്ചെടുക്കുന്നതിനിടയിൽ ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, ജീസസിൻ്റെ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് നമ്മളുടെ റെഡ് ബ്രസ്റ്റിലേക്ക് വീണു. അങ്ങനെ വീണപ്പോൾ റെഡ് ബ്രസ്റ്റിൻ്റെ ആ ബ്രസ്റ്റ് ഭാഗം എന്തായി? റെഡ് കളറായി എന്നാണ് പറയുന്നത്. ഇറ്റ് വെൻറ്റ് ടു എ പോണ്ട് ആൻഡ് ട്രൈ ടു വാഷ് ദ ബ്ലഡ്. അപ്പോൾ റെഡ് ബ്രസ്റ്റ് എന്ത് ചെയ്തു? ഒരു പോണ്ടിലേക്ക് പോയിട്ട് അത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു.
ബട്ട് ദ കളർ ബിക്കെയിം ബ്രൈറ്റർ ആൻഡ് ബ്രൈറ്റർ ആസ് റേഡിയൻ റൂബി റെഡ് കളർ. പക്ഷെ എന്താണ്, കഴുകും തോറും ഈ ഒരു റെഡ് കളറ് ബ്രൈറ്ററായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു റേഡിയൻ റൂബി റെഡ് കളറായിട്ട് മാറി എന്നാണ് പറയുന്നത്. ബട്ട് എ ഫോളിഷ് റിച്ച് മാൻ ബോട്ട് ദ ഹൗസ് ആൻഡ് പുൾ ഡൗൺ ദ കാർവഡ് പീസ് ആൻഡ് റീപ്ലേസ്ഡ് ഇറ്റ് വിത്ത് മാർബിൾ വിത്ത് നോ കാർവിങ്. അപ്പോൾ ഒരു ഫോളിഷ് ആയിട്ടുള്ള, അപ്പോൾ ഈ ഒരു വീട്ടിൽ, ആ ഒരു ഹ്യൂജ് വീട്ടിൽ നമ്മളെ ഈ ഒരു അതായത് റോബിൻ റെഡ് ബ്രസ്റ്റിൻ്റെ സ്റ്റോറിയും ലെജൻഡും അതുപോലെ ആ ചിൽഡ്രനും ക്രൂവൽ അങ്കിളിൻ്റെ ലെജൻഡും ഒക്കെ എന്താണ് കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു റിച്ച് മാൻ വന്നിട്ട് ആ വീട് വാങ്ങി എന്നിട്ട് ആ കൊത്തുപണികളൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം അവിടെ മാർബിൾ ഒട്ടിച്ചു എന്നാണ് പറയുന്നത്. ആലീസ് ലിസണിങ് ടു മൈ സ്റ്റോറി വാസ് ആംഗ്രി അറ്റ് ദ റിച്ച് മാൻ. അപ്പോൾ ആലീസും ജോണും സ്റ്റോറി കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലീസും ജോണും ഇത് കേട്ടോണ്ടിരിക്കുന്നപ്പോൾ അവർക്ക് ദേഷ്യം വന്നു ആ ഒരു ഫൂളിഷ് റിച്ച് മാനെ കുറിച്ചിട്ട്. കാരണം ആ സ്റ്റോറിയൊക്കെ കൊത്തിവെച്ച ഭാഗത്ത് എന്താണ് മാർബിൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. I then told the children how good their great grandmother was and how she was respected and loved by everybody. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളോട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അവരുടെ ഗ്രാൻഡ് മദർ എത്ര ഗ്രേറ്റ് ആയിരുന്നു, എങ്ങനെയാണ് എത്രത്തോളം അവൾ മറ്റുള്ളവർ എത്രത്തോളം അവളെ സ്നേഹിച്ചിരുന്നു, റെസ്പെക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓൾദോ ഷി വാസ് നോട്ട് ദ ഓണർ ഓഫ് ദ ഗ്രേറ്റ് ഹൗസ് ബട്ട് ഓൺലി ഇൻ ചാർജ് ഓഫ് ഇറ്റ്. അപ്പോൾ ഗ്രാൻഡ് മദർ അതിൻ്റെ ഓണറൊന്നുമല്ല, ആ ഗ്രേറ്റ് ഹൗസിൻ്റെ ഓണറല്ല, പക്ഷേ അവളാണ് ആ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. ദ ഓണർ ലിവ്ഡ് ഇൻ എ ന്യൂവർ ആൻഡ് മോർ ഫാഷനബിൾ മാൻഷൻ ഹി ബോട്ട് ഇൻ ദ കൺട്രി സൈഡ്. അതിൻ്റെ ഓണർ ജീവിച്ചിരുന്നത് ഒരു പുതിയൊരു മാൻഷനിലായിരുന്നു, വലിയൊരു വീട്ടിലായിരുന്നു, ഫാഷനബിൾ മാൻഷനിലായിരുന്നു. കൺട്രി സൈഡിലുള്ള ഒരു ഫാഷനബിൾ മാൻഷനിലാണ് ആ ഒരു ഗ്രേറ്റ് ഹൗസിൻ്റെ ഓണർ താമസിച്ചിരുന്നത്. ഓൾദോ ദ ഗ്രാൻഡ് മദർ took good care of the great house, it slowly began to decay and all its ornaments were carried away to the owner's new mansion. നമ്മളെ ഗ്രാൻഡ് മദർ ഫീൽഡ് എന്ത് ചെയ്തിരുന്നു, ആ വീട്, ആ ഗ്രേറ്റ് ഹൗസ് നല്ല രീതിയിൽ തന്നെ നോക്കിയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് കാലപ്പഴക്കം വന്ന് അതിങ്ങനെ നശിക്കാൻ തുടങ്ങി. അങ്ങനെ അതിലുള്ള ഓർണമെൻറ്റ്സൊക്കെ ഈ ഒരു ഗ്രേറ്റ് ഹൗസിൻ്റെ ഓണർ അയാളുടെ പുതിയ മാൻഷനിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. There they looked as out of place as the remains of old tombs in a rich lady's gold-painted drawing room. അപ്പോൾ ഇത് ആ പുതിയ മാൻഷനിൽ കൊണ്ടുവച്ചപ്പോൾ ഏതുപോലെയായിരുന്നു, ഒരു ഓൾഡ് ടോംസ് റിച്ച് ലേഡീസ് ഗോൾഡ് പെയിൻറ്റഡ് ഡ്രോയിങ് റൂമിൽ വെച്ച പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. ജോൺ സ്മൈൽഡ് ഓൺ ഹിയറിങ് ദിസ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ജോണിന് ചിരി വന്നു. ഐ ഫർദർ ടോൾഡ് ദ ചിൽഡ്രൻ ദാറ്റ് വെൻ ദ ഗ്രാൻഡ് മദർ വാസ് ടോൾ, അപ്രൈറ്റ് ആൻഡ് ഗ്രേസ്ഫുൾ. അങ്ങനെ ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ ഗ്രാൻഡ് മദർ ഭയങ്കര ടോളായിരുന്നു, നല്ല നീളമുള്ള ആളായിരുന്നു, അതുപോലെ അപ്രൈറ്റ് ആൻഡ് ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇൻ ഹർ യങ്ങർ ഡേയ്സ് ഷി വാസ് ദ ബെസ്റ്റ് ഡാൻസർ ഇൻ ദ വില്ലേജ് ആൻഡ് ഷി വാസ് അഫ്ലിക്റ്റഡ് വിത്ത് ക്യാൻസർ. അവളുടെ യങ്ങർ ഡേയ്സിൽ അവൾ ബെസ്റ്റ് ഡാൻസറായിരുന്നു. ആ വില്ലേജിൽ ഗ്രാൻഡ് മദറിനെ വെല്ലുവിളിക്കാനായിട്ട് വേറൊരു ഡാൻസർ ഉണ്ടായിരുന്നില്ല, അത്രയും ബെസ്റ്റായിട്ടുള്ളൊരു ഡാൻസറായിരുന്നു. അവൾക്ക് ക്യാൻസർ വരുന്നത് വരെ അവൾ നല്ലൊരു ഡാൻസറായിരുന്നു എന്നാണ് പറയുന്നത്. Even cancer could not bend her bright spirits because she was so good and religious. പക്ഷേ ക്യാൻസർ വന്നിട്ടും അവളുടെ ബ്രൈറ്റ് സ്പിരിറ്റിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അവളിൽ നല്ലൊരു ഇതുണ്ടായിരുന്നു, റിലീജിയസ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ അവൾ നല്ല നന്മയുള്ളവളായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാൻസറിന് പോലും അവളെ അവളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഷീ സ്ലെപ്റ്റ് അലോൺ ഇൻ ദ ബിഗ് ഹൗസ്. ആ ഒരു ഗ്രേറ്റ് ഹൗസിൽ അവൾ ഒറ്റയ്ക്കാണ് ഉറങ്ങിയിരുന്നത്. She used to see a vision of two infants gliding up and down the staircase. അങ്ങനെ അവൾ ആ ഒരു ഗ്രേറ്റ് ഹൗസിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് സ്റ്റെയർ കേസിൽ രണ്ട് കുട്ടികൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുന്നത് ഒക്കെ അവൾ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ടു ഇൻഫാൻസ്. ബട്ട് ഷി സെഡ് ഷി വാസ് നോട്ട് അഫ്രൈഡ് ബിക്കോസ് ഇന്നസെൻസ് വുഡ് നോട്ട് ഡു ഹെർ എനി ഹാം. പക്ഷെ അവൾ പറയാറുണ്ട് അവൾക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല ഇത് കണ്ടപ്പോൾ. കാരണം എന്താണ്, ഈ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ അവൾ ഒരിക്കലും ഹാം ചെയ്യില്ല എന്നാണ് അവൾ പറഞ്ഞിരുന്നത്.
Although I myself did not see any infants, I was frightened in those days as I was not as religious as my grandmother, although I used to sleep with my maid. അങ്ങനെ ഞാൻ ഈ കഥ കേട്ടപ്പോൾ എന്താണ്, ഞാൻ സ്റ്റെയർ കേസിൽ നോക്കുമ്പോൾ ഞാൻ അവിടെ എന്താണ് 2 ഇൻഫാൻസ് ഗ്ലൈഡ് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. കാരണം ഞാൻ ഗ്രാൻഡ് മദറിൻ്റെ അത്ര റിലീജിയസ് അല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ അന്ന് സ്ലീപ്പ് ചെയ്തിരുന്നത് എൻ്റെ മെയ്ഡിൻ്റെ കൂടെയായിരുന്നു എന്നാണ് പറയുന്നത്. ജോൺ അറ്റ് ദിസ് ടൈം ട്രൈ ടു ലുക്ക് ബ്രേവ്. ജോൺ ഈ ഒരു സമയത്ത് ഭയങ്കര ബ്രേവ് ആയിരുന്നു. ഐ ദെൻ ടോൾ ജോൺ ആൻഡ് ആലീസ് ഹൗ ഗുഡ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ വാസ് ടു ഓൾ ഹെർ ഗ്രാൻഡ് ചിൽഡ്രൻ. അപ്പോൾ ഞാൻ ജോണിനോടും ആലീസിനോടും പറഞ്ഞു, അതായത് നമ്മളെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എല്ലാ കുട്ടികൾക്കും എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഷി യൂസ് ടു ടേക്ക് ദം ടു ദ ബിഗ് ഹൗസ് ഡ്യൂറിങ് ഹോളിഡേയ്സ്. അതായത് ഞങ്ങൾ കുട്ടികളെല്ലാവരെയും ആ ബിഗ് ഹൗസിലേക്ക് ഹോളിഡേയ്സിലൊക്കെ കൊണ്ടുപോകും. ഐ യൂസ് ടു സ്പെൻഡ് hours looking at the 12 Caesars that had been the emperors of Rome. ഞാൻ ഒരുപാട് സമയം ഞാൻ ആ 12 സീസേഴ്സ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അവിടെ ഞാൻ ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ.